ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങയാണ് സിന്ദൂരൻ. ഇത് അൽഫോൺസോ മാങ്ങ. ഇത് നമ്മുടെ നാടൻ മൂവാണ്ടൻ മാങ്ങ. അപ്പോൾ വീട്ടിൽ ഇഷ്ടം പോലെ മാങ്ങയുടെ സീസണാണ് ഇപ്പോൾ. അപ്പോൾ പെരുന്നാളും വിഷുവൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും മാങ്ങ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറില്ല. ഈ മാങ്ങ കഴിക്കാതെ ഇരിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. അതുപോലെ തന്നെ പ്രമേഹമുള്ള രോഗികൾക്കും മാങ്ങ കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. മാങ്ങ കഴിക്കാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. മാങ്ങ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ, അതായത് രാവിലത്തെ ഭക്ഷണം, ഉച്ചത്തെ ഭക്ഷണം, ഇതെല്ലാം ഊണൊക്കെ കഴിച്ചതിന് ശേഷം അപ്പം തന്നെ മാങ്ങ കഴിക്കാൻ പാടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു സമയമുണ്ട്. 11 മണി 11:30 സമയത്ത് രാവിലെ, അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണി 6 മണി ആ സമയത്ത്. ഇതാണ് ഷുഗറുള്ള പേഷ്യൻസിന് ഷുഗർ കുറഞ്ഞു പോകാൻ ഏറ്റവും സാധ്യതയുള്ള സമയം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മാങ്ങ വേണമെങ്കിൽ കഴിക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാങ്ങ ഒരിക്കലും ജ്യൂസ് അടിച്ച് കുടിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഈ കഷ്ണമായിട്ട് കഴിക്കാൻ, അതിലുള്ള വിറ്റാമിൻസും മിനറൽസും ഫൈബറും എല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മാങ്ങ കഷ്ണമായിട്ട് തന്നെ കഴിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാങ്ങ പോലെ ഷുഗർ കൂടാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ചെറിയൊരു എക്സസൈസ്, ഒരു 10 മിനിറ്റ് നടക്കുക പുറത്തിറങ്ങിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൂക്കളെല്ലാം, ഗാർഡനിലുള്ള പൂക്കളെല്ലാം ഒന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ ഈ മാങ്ങ കിട്ടിയ മാവിൻ്റെ ചുവട്ടിൽ പോയി കുറച്ച് നേരം ഇരുന്ന് നടക്കാം. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും കൂടി കിട്ടും. താങ്ക് യു.